Now, important topics ആണ് +1 സ്റ്റാറ്റിസ്റ്റിക്സിന്റെ, അതായത് നമ്മുടെ എക്കണോമിക്സിന്റെ ഒരു ബുക്കില്ലേ, അതായത് സ്റ്റാറ്റിസ്റ്റിക്സ്, അതെന്ന് വരുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. 3 ചാപ്റ്റർ ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ ഓൺ എക്സാമിനേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അതിൽ ചാപ്റ്റർ വൈസ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട മെയിൻ ടോപ്പിക്സ് ആണ്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടോപ്പിക്സ് നിങ്ങൾ കവർ ചെയ്യേണ്ടത് മീനിങ് ആണ്. ആദ്യം മീനിങ് ഓഫ് എ കൺസ്യൂമർ, എന്താണ് ഒരു പ്രൊഡ്യൂസർ, ഹു ഇസ് എ സെല്ലർ, എംപ്ലോയർ, എംപ്ലോയി, ഇതൊക്കെ എന്താണ്, അത് ചിലപ്പോൾ വൺ വേർഡ് ഡിഫൈൻ ചെയ്യാനുണ്ടാവും. അതുകൊണ്ട് ഈ ടോപ്പിക്സിൻ്റെ എല്ലാം മീനിങ് പഠിക്കുക. അതേപോലെ ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്താണ്, വാട്ട് ആർ ദി ഇക്കണോമിക് ആക്ടിവിറ്റീസ്, 2 ടൈപ്സ് ഓഫ് ഡാറ്റ, ദാറ്റ് ഇസ് പ്രൈമറി ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ആൻഡ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്താണെന്ന് പഠിക്കണം. അതിൻ്റെ 2-3 എക്സാമ്പിൾസും കൂടെ പഠിക്കുക. അതേപോലെ ലാസ്റ്റ് ടോപ്പിക്കാണ് യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ എക്കണോമിക്സ്. ആ എക്കണോമിക്സിൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ യൂസ് എന്താണെന്നും കൂടെ പഠിക്കുക. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്, 2 മാർക്കിൻ്റെ വെയിറ്റേജും കൂടിയാണ്. നൗ കം സെക്കൻഡ് ചാപ്റ്റർ, കളക്ഷൻ ഓഫ് ഡാറ്റ. അതാണ് സെക്കൻഡ് ചാപ്റ്റർ. ഇതൊരു 8 മാർക്കിൻ്റെ വെയിറ്റേജ് ഉണ്ട് ഈ ചാപ്റ്ററിന്. അതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കവർ ചെയ്യേണ്ട ടോപ്പിക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാട്ട് ആർ ദ 2 സോഴ്സസ് ഓഫ് ഡാറ്റയാണ്. പ്രൈമറി ഡാറ്റ, സെക്കൻഡറി ഡാറ്റ, അങ്ങനെ 2 സോഴ്സസ് ഓഫ് ഡാറ്റ എന്താണെന്ന് പഠിക്കണം. അതേപോലെ ഒരു ക്വസ്റ്റ്യനെയറിൻ്റെ ക്വാളിറ്റീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ആർ ദ വേരിയസ് ക്വാളിറ്റീസ് ഓഫ് എ ക്വസ്റ്റ്യനെയർ. ഒരു ക്വസ്റ്റ്യനെയർ എഴുതുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, ഒരു ക്വസ്റ്റ്യനെയറിന് വേണ്ട സവിശേഷതകൾ എന്താണ്, ഗുണങ്ങൾ എന്താണ്, അത് പഠിക്കണം. അതേപോലെ പ്രൈമറി ഡാറ്റ കളക്ഷൻ്റെ വേസ്, ഏതൊക്കെ രീതിയിൽ നമുക്ക് പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാം, അത് 8 മാർക്കിൻ്റെ എസ്സേക്ക് വരെ ചോദിക്കുന്നതാണ്. പേഴ്സണൽ ഇൻ്റർവ്യൂ, ടെലിഫോൺ ഇൻ്റർവ്യൂ, മെയിലിംഗ് ക്വസ്റ്റ്യനെയർ, അങ്ങനെ 3 മെത്തേഡും അതുപോലെ അതിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും, മിനിമം ഒരു 3 മെറിറ്റ്സും ഡീമെറിറ്റ്സും, ഓരോ മെത്തേഡിൻ്റെ മീനിങ്ങും ഓരോ മെത്തേഡിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും നമ്മൾ എന്ത് ചെയ്യണം, ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. Now, next one ആണ് സെൻസസ് ആൻഡ് സാമ്പിൾ സർവേ. ഇത് മിക്കവാറും ചോദിക്കുന്നത് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ സെൻസസ് മെത്തേഡ് ആൻഡ് സാമ്പിൾ സർവേ മെത്തേഡ് എന്നാണ്. അതേപോലെ ഡെഫിനിഷൻ, വാട്ട് ഈസ് മെന്റ് ബൈ എ പോപ്പുലേഷൻ, വാട്ട് ഈസ് എ സാമ്പിൾ, അത് 1 വേർഡ് ആയിട്ട് എന്താണെന്ന് പഠിച്ചു വെക്കണം. അതേപോലെ 2 ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് ഉണ്ട്, അത് റാൻഡം സാമ്പിളിങ്ങും അതുപോലെ നോൺ റാൻഡം സാമ്പിളിങ്ങും. ഓക്കെ, മീനിങ് പഠിക്കണം. അതേപോലെ സാമ്പിളിംഗ്, റാൻഡം സാമ്പിളിങ്ങിൻ്റെ എക്സാമ്പിൾ പഠിക്കുക, നോൺ റാൻഡം സാമ്പിളിങ്ങിൻ്റെ എന്ത് പഠിക്കുക, എക്സാമ്പിൾസ് പഠിച്ചു വയ്ക്കുക. മിനിമം ഒരു 2 എക്സാമ്പിൾസ് പഠിച്ചു വയ്ക്കുക. അതുപോലെ സാമ്പിളിംഗ് എറർ, എറർ എന്താണ്, മിസ്റ്റേക്ക്, സാമ്പിൾ എടുക്കുമ്പോൾ വരുന്ന മിസ്റ്റേക്സ് ആണ് നമ്മുടെ സാമ്പിളിംഗ് എറർ എന്ന് പറയുന്നത്. അതിൽ നോൺ സാമ്പിളിംഗ് എററും സാമ്പിളിംഗ് എററും മീനിങ് പഠിക്കുക. എന്തുകൊണ്ടാണ് നോൺ സാമ്പിളിംഗ് എറർ കൂടുതൽ സീരിയസ്, വൈ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻ അതിനകത്ത് ഉണ്ടാവും. പിന്നെ നമ്മുടെ ഇന്ത്യയിൽ നാഷണൽ ലെവലിൽ ഡാറ്റ, പല മാറ്റേഴ്സിനെ കുറിച്ച് ഡാറ്റ കളക്ട് ചെയ്യാനുള്ള ഏജൻസികളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ആ ഏജൻസികൾ എന്താണ് അവർ ചെയ്യുന്നത് എന്നും കൂടെ പഠിച്ചു വെക്കണം. ഇത്രയാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിന് കളക്ഷൻ ഓഫ് ഡാറ്റ നമ്മൾ പഠിക്കേണ്ടത്. നൗ കംസ് ചാപ്റ്റർ 3, ദാറ്റ് ഈസ് ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ. ഇതിന് കുറച്ച് വെയിറ്റേജ് ഉണ്ട് ചാപ്റ്ററിന്. ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റയിൽ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് മീനിങ് ഓഫ് റോ ഡാറ്റ. എന്താണ് ഒരു റോ ഡാറ്റ, അത് 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുക. അതേപോലെ ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ, വാട്ട് ഇസ് മെന്റ് ബൈ ക്ലാസിഫിക്കേഷൻ, അത് ഡിഫറെൻറ്റ് ടൈപ്സ്, 4 ഡിഫറെൻറ്റ് പറയുന്നുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ്, ക്വാളിറ്റേറ്റീവ്, ക്രോണോളജിക്കൽ ഓർ ജിയോഗ്രാഫിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ ഉണ്ട്. ആ 4 എണ്ണവും നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. വിത്ത് എക്സാമ്പിൾ പഠിക്കണം കേട്ടോ. വിത്ത് എക്സാമ്പിൾ ആണ് ഈ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ പഠിക്കേണ്ടത്. അതുപോലെ ഡിസ്ക്രീറ്റ് വേരിയബിളും കണ്ടിന്യൂസ് വേരിയബിളും എന്താണ്, വാട്ട് ഇസ് മെന്റ് ബൈ എന്നുള്ളത് പഠിക്കണം. അതുപോലെ ഇവിടെയും നിങ്ങൾ അതിന് 2-3 എക്സാമ്പിളും കൂടെ പഠിച്ചു വെക്കണം. ഡിസ്ക്രീറ്റ് വേരിയബിൾ, കണ്ടിന്യൂസ് വേരിയബിൾ. പിന്നെ കൺസ്ട്രക്ഷൻ ഓഫ് ഫ്രീക്വൻസി അറേ ആണ്. ഇത് 3-4 മാർക്കിന് ചോദിക്കും. ഒരു ഫ്രീക്വൻസി അറേ കൺസ്ട്രക്ട് ചെയ്യാൻ, അതുപോലെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, രണ്ടും വ്യത്യാസമുണ്ട്. ശരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചു നോക്കണം. ഫ്രീക്വൻസി അറേക്ക് ടാലി ഈസ് വെരി കമ്പൽസറി ആണ്. ഫ്രീക്വൻസി അറേ എങ്ങനെ ഉണ്ടാക്കും, ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ കൺസ്ട്രക്ഷനും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സ് നമ്മൾ തറോ ആയിട്ട് പഠിച്ചെടുക്കേണ്ട മെയിൻ ടോപ്പിക്സ് ആണ് ഈ പറഞ്ഞത്.